ഹായ് ഗൈസ്. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മുടിയുടെ കെയറൊക്കെ എങ്ങനെയാണെന്ന് അറിയാനും മുടി സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഏത് ഓയിലാണെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും പിന്നെ മുടിയുടെ സംരക്ഷണം എൻ്റെ എങ്ങനെയാണെന്നുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മുടി നമ്മളെപ്പോഴും നമുക്ക് കെട്ടി വെച്ചുകൊണ്ട് നടക്കണം പാടുള്ള കാര്യമാണല്ലേ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ മിക്കവരും മുടി പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ അഴിച്ചിട്ടുകൊണ്ട് നടക്കുക ചെയ്യുന്നത്. നമുക്ക് ശരിക്കും മുടി ഒരു നല്ല ഒരു ഇതല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മുടി കാണാൻ തന്നെ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും മുടി കെയർ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം. നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് മുടി മുകളിൽ കെട്ടി വെച്ചാണ് കിടക്കേണ്ടത്. പിന്നെ നമ്മൾ മുടിയിൽ എണ്ണ പരത്തുന്നതിന് മുന്നേ 2 സൈഡിലേക്ക് മുടി ചീവി വൃത്തിയാക്കി ഒക്കെ വേണം ചെയ്യാൻ. പിന്നെ ഡ്യൂട്ടിയുള്ള സമയത്തൊന്നും നമുക്ക് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ ഇതാണ്. ഇതെനിക്ക് അമ്മ ഉണ്ടാക്കി തന്ന എണ്ണയാണ്. അപ്പോൾ ഇത് ബോട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ എലമെൻസിൻ്റെ ഒരു ബോട്ടിലേക്ക് ആഡ് ചെയ്ത് ചേർത്തേക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടാരും സംശയിക്കേണ്ട, എലമെൻസിൻ്റെ പ്രൊഡക്റ്റ് അല്ല. ഇത് ഞങ്ങൾ സ്വന്തമായി വീട്ടിലുണ്ടാക്കിയ എണ്ണയാണ്. ഇതിൽ തുളസി ഒരുപാട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന എണ്ണയാണ്. നല്ല റിസൾട്ടുണ്ട് എനിക്കിത് പുരട്ടിയിട്ട്. മുടി കൊഴിച്ചിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഏതൊരു എണ്ണ നിർത്തിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും സത്യസന്ധമായി പറയുവാണെങ്കിൽ നല്ല മുടി കൊഴിച്ചിലുണ്ടാവും. അതിന് ശേഷം ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മുടി കൊഴിച്ചിലും ഉണ്ടാവില്ല. നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം വെച്ച് നമുക്ക് സുലഭമായി ഉണ്ടാക്കുന്നതല്ലേ ഇത്. അപ്പം ഇതിന് മുന്നേ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഇതുപോലത്തെ ഒരു ചീപ്പ് ഉപയോഗിക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തല ചീകി ചെട കളയുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നടുക്കുന്ന് ഒരു വകച്ചിൽ എടുത്തിട്ട് 2 സൈഡിലേക്കും മുടി പകുത്തെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് ചീവി ഇട്ട് നന്നായിട്ട് ഒരു സൈഡിലെ ചെട നന്നായിട്ട് കളയണം. നന്നായിട്ട് ചെട കളഞ്ഞ ശേഷം നമ്മൾ ആ എണ്ണ പുരട്ടുകയാണ് ചെയ്യേണ്ടത്. പലപ്പോഴും എനിക്ക് മുടി ചീവാൻ ഇതുപോലെ ഇരുന്നും ചെട കളയാൻ ടൈം കിട്ടാറില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലെ ഓഫ് കിട്ടുമ്പോഴൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമല്ലോ. പിന്നെ ഇത് പപ്പൊടിയൊന്നും അല്ല കേട്ടോ ഗൈസ്, ഇനി നിങ്ങളത് സംശയിക്കേണ്ട. ഇതിലും നന്നായിട്ട് മുടി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് അവിടുത്തെ വെള്ളം മാറി കുളിച്ചുകൊണ്ട് എൻ്റെ മുടിയൊക്കെ ഒരുപാട് ഊരിപ്പോയായിരുന്നു. അതിന് ശേഷം ഇവിടെ വന്നേ പിന്നെ എനിക്ക് അമ്മ ഉണ്ടാക്കി തന്ന ഓയിൽ പുരട്ടി ഞാൻ അത്യാവശ്യം നീളം വച്ചിട്ടുണ്ട് എൻ്റെ മുടിക്കിപ്പോൾ. ഒത്തിരി കട്ടിയുള്ള മുടിയായിരുന്നു എൻ്റേത് നേരത്തെ. പിന്നെ ഞാൻ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തു. അതിൽ പിന്നെ ഒരുപാട് എൻ്റെ മുടി ഊരി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാനിത് എണ്ണ ഉണ്ടാക്കി ഞാൻ പുരട്ടി തുടങ്ങി. പിന്നെയാണ് എനിക്ക് ഈ കൊഴിച്ചിലൊക്കെ മാറിയത്. നന്നായിട്ട് ചീവി 2 സൈഡിലെയും ചെട നന്നായിട്ട് കളയണം. ഈ പല്ലകന്ന ചീപ്പാണ് ഇതിന് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ പുരട്ടുന്ന വിധം ഇത് നമ്മൾ ഓട്ടിയിലാണ് കൂടുതലും തേച്ച് പിടിപ്പിക്കേണ്ടത്. ഇപ്പോൾ രാത്രി തേക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് തേച്ചിട്ട് ഓട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം കിടക്കുക. കുളിക്കുന്നതിന് മുന്നെയാണ് ഇപ്പോൾ ഞാൻ പുരട്ടാൻ പോകുന്നത്. തലയോട്ടിൽ നന്നായിട്ട് മസാജ് ചെയ്ത് അതിൻ്റെ ഓട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട്. നല്ല മണമാണ് കേട്ടോ ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. കുറച്ചും കൂടെ ഇത് കയ്യിലേക്ക് എടുക്കുക, നല്ല 2 കൈയിലും സ്പ്രെഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുനിച്ചിട്ടും ബാക്കിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ തലമുടിയിലും കൂടെ തേച്ച് പിടിപ്പിച്ച ശേഷം കയ്യിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് തേച്ച ശേഷം കയ്യിൽ പോയി ഇപ്പോൾ വീണ്ടും നമ്മൾ എടുക്കുവാണ്. വീണ്ടും നമ്മളിതുപോലെ 2 കൈയിലും ആക്കി മുടിയിലെല്ലാം നന്നായിട്ട് തേച്ച് നമ്മൾ മുടിയുടെ തുമ്പറ്റത്തും ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ 2 മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ ഇരിക്കാം. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഒരു 15 മിനിറ്റ് ഇരുന്ന ശേഷം കഴുകിക്കളയും കേട്ടോ. അരമണിക്കൂറോളം ഇരുന്നാലാണ് ഇതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് കിട്ടും. അപ്പം മുടി എന്നിട്ട് നമ്മളെങ്ങനെ കെട്ടി വയ്ക്കുന്നതെന്നാണ് ഇനി അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാനിത് പുരട്ടിയ ശേഷവും ഒന്ന് മുടി നന്നായിട്ട് ചീകി കൊടുക്കും ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടായിട്ട്. മുടിയുടെ അറ്റം ചീകരുത്, കാരണം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട്
ഇത് കെട്ടി വെക്കുന്ന കാണിക്കാം കേട്ടോ ഗായ്സ്. എല്ലാവരും നോക്കിക്കോളൂ. ഞങ്ങളുടെ നേഴ്സിങ്ങിൽ ഉള്ള ഒരു കെട്ടാണ്. നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇത് അടിക്കടെ കൈയിടുക, ഒന്ന് മുകളിലോട്ട് ഇതാക്കി മടഞ്ഞ് വട്ടത്തിലെടുത്ത് അകത്തേക്കൂടെ ഒന്ന് കയറ്റി നമ്മൾ ഇങ്ങനെ പിടിച്ച് അടിയിൽ വരുന്ന ആ മുട്ടൊന്ന് തള്ളി കൊടുക്കുക. അപ്പോൾ മുകളിൽ അത് ആ മുട്ട് കയറി വരും. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ചുറ്റി വയ്ക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. താങ്ക് യു.